ഗൈസ് 916 കുഞ്ഞുട്ടാൻ. അപ്പൊ നമ്മൾ ഇന്നലെ തൃപ്രയാർ VB സിനിമാസ് എന്നാണ് കുഞ്ഞുട്ടനെ കാണുന്നത്. 916 പരിശുദ്ധമായ കുഞ്ഞുട്ടൻ. തൃശ്ശൂർ വേറെ സ്ഥലങ്ങളിലൊന്നും തിയേറ്റർ ഇല്ല കേട്ടോ, അവിടെ തന്നെ ഉള്ളൂ. പിന്നെ ശോഭയിലുണ്ട് പടം. അപ്പോൾ ഗിന്നസ് ബക്രൂന്റെ പടം, അതാണ് നമുക്ക് ഈ പടം കാണാനുള്ള മോട്ടിവേഷൻ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളെ. മറ്റേ ഇവര് ടിനി ടോം ഇങ്ങോട്ട് പണ്ട് കോമഡി ടൈമിൽ ചെയ്യുന്ന സമയം മുതലേ കട്ട ഫാനാണ്. അപ്പോ അങ്ങനെയാണ് നമ്മള് പടത്തിന് കയറുന്നത്. അപ്പോ ആര്യൻ വിജയ് സംവിധാനം ചെയ്ത മൂവി, ആളുടെ ആദ്യത്തെ മൂവിയാണെന്ന് തോന്നുന്നു. അതുപോലെ 3 ആള് കൂടിയിട്ടാണ് ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ആക്കിയിട്ടുള്ളത്. അതില് രാകേഷ് സുബ്രഹ്മണ്യം ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ചെറിയ പടം, നമുക്കറിയാം വലിയ ക്രൂ ഒന്നുമില്ല, ചെറിയ പടമാണ്. അതുപോലെ എടുത്തു പറയേണ്ട ആനത്ത് മധുസൂദൻ ഇതിന്റെ BGM ചെയ്തിട്ടുള്ള മ്യൂസിക്, ആള് വിശേഷം എന്ന പടത്തിൽ അഭിനയിച്ചിട്ടുള്ള ആ ചേട്ടൻ, ആൾ അടിപൊളി അഭിനയം കൂടിയായിരുന്നു. ആ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. അപ്പോൾ ഗിന്നസ് ബക്രു ഉണ്ട് ഈ പടത്തില്, മുഴുവൻ നീള റോള്. ടിനി ടോം, ഗിന്നസ് ബക്രുവാണ് പടത്തിലെ നായകൻ. ടിനി ടോം വരുന്നുണ്ട്, ഒരു ഗസ്റ്റ് റോളിൽ വരുന്നുണ്ട്. കുറച്ച് നേരം ഉണ്ട് ഇന്റർനേഷണൽ ആളെ കാണിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതുപോലെ സീനാണ് മലൈക്കോട്ടെ വാലിബിന്റെ ഒക്കെ നമുക്ക് ഓർമ്മ വന്നു. ആ സീൻ എടുത്ത് നന്നായിട്ടുണ്ട് കേട്ടോ, എസ്പെഷ്യലി പറയണം, നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് ആ സാധനം. ഒരു രാകേഷ് സുബ്രഹ്മണ്യം ഈ പടത്തിന്റെ സ്ക്രിപ്റ്റ് ചെയ്ത ആളാണ്. ആള് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്, ഒരു റോള് ചെയ്തിട്ടുണ്ട്, ഒരു വേഷം ചെയ്തിട്ടുണ്ട്. കോട്ടയം രമേശ് അടിപൊളി കേട്ടോ. ഈ രാകേഷ് സുബ്രഹ്മണ്യനെ ഞാൻ വേറെ പടങ്ങളൊന്നും കണ്ടിട്ടില്ല. ആള് സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ആളും കൂടെയാണ്. ആള് നന്നായി ചെയ്തിട്ടുണ്ട് കേട്ടോ. ആള് ആദ്യമായിട്ട് അഭിനയിക്കുന്നൊക്കെ തോന്നുന്നു, എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല, ഞാനത് കണ്ടിട്ടില്ല. അപ്പൊ ആള് ആ ലിമിറ്റേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്. ഡയാന ഹമീദ് ചെറിയ റോള്, നിയ വർഗീസ് അതും ചെറിയ റോളാണ് ചെയ്തിട്ടുള്ളത്. ഷാജു ശ്രീധർ, നോബി, ഇവരൊക്കെ ഒരു ടീമാണ്, കൂട്ടുകാരന്മാരാണ്. നോബി ഷാജുവിന്റെ ചേട്ടനായിട്ട് വരുന്നു. അപ്പൊ അങ്ങനെ ക്രൂ ഒക്കെയാ വരുന്നത് ഈ പടത്തില്. പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിന്നസ് ബക്രൂനെ അറിയാലോ, നമ്മുടെ കുഞ്ഞുട്ടനെ അറിയാലോ. കുഞ്ഞുട്ടന് ഒരുപാട് ലിമിറ്റേഷൻ ഉള്ള ഒരാളാണ്. അപ്പൊ കല്യാണം ആലോചിക്കുകയാണ്, കല്യാണം നടക്കാണ്ട് പോവാണ്. ഇവര് കൃഷിയും കാര്യങ്ങളും ചായക്കടയൊക്കെ ആയിട്ട് പോകുന്ന ഒരു കുടുംബമാണ്. ഇവർക്ക് വലിയ വീടും കാര്യങ്ങളൊക്കെയാണ്, ഇവരുടെ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറെ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കാണിക്കുന്നു, കല്യാണമായിട്ട് പോകുന്നു, എന്ന് കല്യാണം കഴിക്കുന്നു, കല്യാണം പിന്നെ കുറച്ച് പ്രശ്നങ്ങളായിട്ടുള്ള കാര്യങ്ങളായിട്ട് വീണ്ടും പോകുന്നു. വീണ്ടും ആള് പ്രണയത്തിൽ വരുന്നു, പ്രണയത്തിലേക്ക് എത്തുന്നു. ആളെ പാലികാല സുഹൃത്ത് ആളെ വിളിക്കുകയാണ്, അങ്ങനെ ബന്ധം വീണ്ടും വരുന്നു. അതിനുള്ള കുറച്ച് ഗെയിമൊക്കെ ഉണ്ട്. പിന്നെ നമുക്കത് കാണാം. പിന്നെ പടം ഇന്റർവെൽ കഴിഞ്ഞ പിന്നെ നാട്ടുമുറൊക്കെ വിട്ട് സീക്രറ്റ്സ് ഡീലാണ് മൊത്തം. അത് വലിയ വലിയ ഗെയിംസ് ഒക്കെയാണ് കാണിക്കുന്നത്. അതുപോലൊക്കെ സെറ്റപ്പിലൊക്കെയാണ് കാര്യങ്ങൾ വരുന്നത്. രാകേഷിന്റെ കുറച്ച് റോളുകളൊക്കെ ഉണ്ട്, പിന്നെ ഫൈറ്റ്സ് കാര്യങ്ങള്. ഇവിടെ മുന്നോട്ട് പോകുന്ന ഒരു പടം, നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു ചെറിയ സിനിമ കാണുന്നത് പോലെ കണ്ടിരിക്കാമെന്ന് മാത്രം. ആരും വലിയ പ്രതീക്ഷയായിട്ടൊന്നും ഈ പടത്തിന് പോയില്ല നമുക്കറിയാം. അപ്പൊ അങ്ങനെ പോയി കണ്ട് തീർത്തു. ഇത് നമുക്ക് ഇത്രയൊക്കെ തന്നെ പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഈ പടത്തിൽ. ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റിയ സാധനം. ചെറിയ ക്രൂ കാര്യങ്ങള്, ചെറിയ പല പല കാര്യങ്ങൾ ഇവർ കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്. ഫണ്ടിന്റെ കേസിലേക്ക് ആയാലും ഇവരെന്തൊക്കെയോ കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ട് എവിടെ എത്താത്തൊരവസ്ഥ തോന്നിയത്. പടം ഇങ്ങനെ കണ്ടിരിക്കാന്ന് മാത്രം. പടത്തെ ഇടയ്ക്ക് ഒന്ന് നല്ല രീതിയിൽ പോകും, ഇടയ്ക്ക് പിന്നെ താഴും. അപ്പ് ആൻഡ് ഡൗൺസ് ഒരുപാടുണ്ട് ഈ പടത്തിൽ. അതുകൊണ്ട് തന്നെ പിന്നെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് വരാനും ഒക്കെ കുറച്ച് പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിവേ നമ്മളിങ്ങനെ ഇത് കണ്ടൊരു ചെറിയ മൂവി കാണുന്ന ഒരു ഫീൽഡിൽ നിന്ന് കണ്ടു, അത്രയോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിയേറ്ററിൽ ഒന്ന് ടൈം വേണമെങ്കിൽ പോയി കാണാം എന്ന രീതിയിൽ. പിന്നെ ബിഗ് ബഡ്ജറ്റ് മൂവീസൊക്കെ നമ്മൾ പൈസ കൊടുത്ത് കണ്ടിട്ട് പൈസ പോയി എന്നൊക്കെ പറയണ്ടല്ലോ. അപ്പൊ അതിനും ചിന്തിക്കാണ്ട് ഒരു ചെറിയ പടം, ഗിന്നസ് ബക്രൂനി ഈ ക്രൂവിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ചെറിയ മൂവി. ഈ കുറെ ഭാഗങ്ങളൊക്കെ ചില ഭാഗങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ടോട്ടലി വെച്ച് കഴിഞ്ഞൊരു ടൈം തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റിയ ചെറിയ മൂവി എന്ന് പറയാം. എല്ലാവർക്കും സിനിമയെ പല രീതിയിലാവുമല്ലോ. കണ്ടു നോക്ക്.